ഫ്രണ്ട്സ്, വാസാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിക്കണ്ണൻ്റെ ഫേവറേറ്റ് പായസമാണ്. അമ്പലപ്പോയ പാൽപ്പായസം. ഈ വീഡിയോ കാണാം. എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് കൊണ്ട് 6 ഗ്ലാസ് പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് അരിയുമാണ് കണക്ക്. അപ്പം ഞാനിവിടെ 6 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര വേണ്ടി വരും. അര എന്ന് പറയുന്നത് അരേനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും അരി. ശരിക്കും ഒരു 2 പിടി അരിയാണ് ഇതിനെടുക്കുക. അപ്പോൾ 2 പിടി എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അരി എടുക്കാം ഞാൻ. ഇതിൽ ശരിക്കും അരി കുറച്ചേ വേണ്ടൂ, പാലാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ എടുത്തേക്കണ പാല് അല്ലേ, ഇതിലിപ്പോൾ 5 ഗ്ലാസ് പാലുണ്ട് കേട്ടോ. 1 ഗ്ലാസ് ഞാനിത് അരി വേവിക്കാനായിട്ട് ഈ 1 ഗ്ലാസ് പാലും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ അരി കഴുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പാലൊഴിക്കുകയാണ്. ഒരു പകുതി വേവ് വരെ ആയാൽ മതി കേട്ടോ. ഒരു വിസിലൊന്നും വേണ്ടി വരില്ല. വിസിൽ അടിക്കണേന് മുന്നേ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. ശബ്ദം എന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അതാണ് അതിൻ്റെ ശബ്ദം ഇങ്ങനെയായിപ്പോയത്. അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടില്ല, എന്നൊരു പകുതി വേവായിട്ടുള്ളൂ. ഇനി നമുക്ക് ആ പാല് അടപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇനി അടുത്തത് പാല് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചൊന്ന് ഒരുവിധം ഒന്ന് വറ്റി വരണം. അതിനുശേഷം നമുക്ക് അരിയും പഞ്ചസാരയും ഇടാം കേട്ടോ. ഇത് നന്നായിട്ട് തിളക്കട്ടെ. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടി പിടിക്കും. അത് കാരണം നന്നായിട്ടിത് തിളയ്ക്കണമെന്ന്. നമ്മുടെ പാല് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വെറ്റണം. ഇത് നല്ല സിമ്മിലിട്ടിട്ടാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് തിളച്ച് പോവും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി നന്നായിട്ട് തിളച്ചു കേട്ടോ. തിളച്ച് ഒരു വിധം ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണത്. നമ്മളൊരു പകുതി വേവല അയച്ചുള്ളൂ അരി. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒരുവിധം ഒന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പഞ്ചസാര ഇടാനായിട്ട്. ഇടുന്നൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വേവട്ടെ കേട്ടോ. പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കട്ടെ. അതുകൊണ്ട് നന്നായി ഇളക്കുക. നന്നായി തിളക്കട്ടെ കേട്ടോ. തിളച്ച് വേവട്ടെ. അരി നന്നായി വേവണം. നമ്മുടെ അരി നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ പഞ്ചസാര ഇട്ടേക്കണത് ആ 1 ഗ്ലാസ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി അധികം ഇടുന്നില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് പാലെല്ലാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അത്രയും അതിൻ്റെ ആ വെള്ളം ഇതെല്ലാം പോയിട്ട് നന്നായിട്ട് പാലൊന്ന് കുറുകണം. അതുവരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം പാലിനെ. ഇപ്പോൾ കണ്ടാൽ അറിയാം നല്ല തിക്കായിട്ടാണ് ഇതിരിക്കണത്. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് പായസം കിട്ടേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പായസത്തിലെല്ലാം മറ്റേ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് ഇതെല്ലാം ചേർക്കും. പക്ഷേ ഇതിൽ നമ്മൾ ഇതൊന്നും ചേർക്കണില്ല. ഇതിങ്ങനെ തന്നെയാണ്. ഇതിൽ ഈ ഒരു ഇതേ വേണ്ടു, പഞ്ചസാരയും പാലും അരി. ഇത് മാത്രം മതി നമുക്ക് ഈ പായസം വെക്കാനായിട്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഇതിൽ നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു റോസ് കളർ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. എല്ലാവരും ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.
ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.